a failure. സ്ട്രോ ഹാറ്റ്സ് ക്രൂവിലെ ഒരു മെമ്പറിന്റെ ഡെത്ത് വൈകാതെ തന്നെ നമുക്ക് കാണാം. യെസ്, ഇതൊരു തിയറി വീഡിയോ ആണ്, ബട്ട് നമ്മൾ ധാരാളം ഫാക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. സോ ഈ ഫാക്ട്സ് എല്ലാം കണക്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മേ ബി ഈ തിയറി വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ സംഭവിച്ചെന്നും വരാം. സോ ഞാൻ ഒന്നും കൂടെ പറയുന്നു, സ്ട്രോ ഹാറ്റ്സ് ക്രൂവിലെ ഒരു മെമ്പറിന്റെ ഡെത്ത് വൈകാതെ തന്നെ നമുക്ക് കാണാം. ആൻഡ് അതാരാണെന്ന് ഈ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോഴും ടൈറ്റിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്ട്രോ ഹാറ്റ്സ് ക്രൂവിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ക്യാരക്ടറായ ഉസോപ്പ് ആണത്. യെസ്, എനിക്ക് മനസ്സിലാകും. നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് വൈ സ്ട്രോ ഹാറ്റ് ആൻഡ് വൈ ഉസോപ്പ് എന്നായിരിക്കും. ഇതിന്റെ ഷോർട്ടായ ആൻസർ എന്ന് പറയുന്നത് ഉസോപ്പിന്റെ ഡ്രീമും മെൽബാഫിലെ കൾച്ചർ ഓർ മിത്തോളജി ബേസ് ചെയ്തുകൊണ്ടാണെന്ന് പറയാം. ആൻഡ് അതിനെക്കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് മാത്രമല്ല, നിക്കയെ പോലെ തന്നെ ബാക്കിയുള്ള 3 ഗോഡ്സിനെ കുറിച്ചും സ്ട്രോ ഹാറ്റ്സ് ക്രൂവിലെ എല്ലാവരുടെയും ഡ്രീം ആക്ച്വലി കണക്ട് ആകുന്നത് വൺ പീസിന്റെ എൻഡുമായിട്ടാണെന്നുള്ളതും ആൻഡ് വാട്ട് ഈഫ് ഉസോപ്പിന്റെ ഡെത്ത് സംഭവിച്ചാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അത് സ്ട്രോ ഹാറ്റ്സിനെ എങ്ങനെ ബാധിക്കും, വൺ പീസ് വേൾഡിനെ എങ്ങനെ ബാധിക്കും, OP ഫാൻഡത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് എവരിതിങ് ഈസ് കണക്റ്റഡ്. സോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. അതേപോലെ തുടർന്നും ഇതേപോലെ ആനിമെ വീഡിയോസ് ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ആക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ്. സോ ഒന്നും കൂടെ പറയുന്നു, മോട്ടിവേറ്റ് മീ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ആനിമെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് ദാറ്റ് വിൽ ബി എ വെരി ബിഗ് ബൂസ്റ്റ് ടു ദിസ് ചാനൽ. സോ അധികം പറഞ്ഞ് വൈകിപ്പിക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വൺ പീസ് വേൾഡ് തന്നെ ഡ്രീംസിനെ ബേസ് ചെയ്താണ് നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാൻ പറയുന്നു, നിങ്ങളത് വിശ്വസിച്ചാൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, OP വേൾഡിലെ ഏത് ക്യാരക്ടറാണ് ഡ്രീം ഇല്ലാതിരിക്കുന്നത്? ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ദ ക്യാരക്ടർ ഈസ് ചേസിങ് സംതിങ്. അതിപ്പോൾ ലെജൻഡറി ക്യാരക്ടേഴ്സ് ആയ ഡേവിഡ് ഇസബെക്ക് ആയിക്കോട്ടെ, ഗോൾഡി റോജർ ആയിക്കോട്ടെ, വൈറ്റ് ബിയർഡ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വൺ പീസ് എന്നത് ഒരു ട്രഷറിനെ ബേസ് ചെയ്ത കഥയേ അല്ല, അത് ധാരാളം സ്വപ്നങ്ങളുടെ കഥയാണ്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെയും ഡ്രീം കമ്പൈൻ ചെയ്ത് നോക്കിയാൽ ആക്ച്വലി നിങ്ങൾക്ക് വൺ പീസിന് എൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവരുടെ എല്ലാവരുടെയും ഡ്രീം പലതാണെങ്കിലും പോയിന്റ് ചെയ്യുന്ന കാര്യം ഒന്നാണ്. ശ്രദ്ധിച്ചു കേട്ടോളുക. മനസ്സിലായില്ലെങ്കിൽ സ്കിപ്പ് ബാക്ക് അടിച്ച് റീവാച്ച് ചെയ്യണം. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്ട്രോ ഹാറ്റ്സ് ഡ്രീമിനെ കുറിച്ചാണ്. സോ ജീംബയുടെ ഡ്രീം എന്ന് പറയുന്നത് ഫിഷർ ടൈഗറിന്റെയും ക്യൂനൊറ്റ ഹീമയുടെയും ഡ്രീം ഫുൾഫിൽ ചെയ്യണം. അതായത് ഡിസ്ക്രിമിനേഷൻ എൻഡ് ചെയ്യാനും ഹ്യൂമൻസിനും ഫിഷ്മാൻസിനും ഇടയിൽ ഈക്വാലിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ്. ആൻഡ് ബ്രൂക്കിന്റെ ഡ്രീമിനെ കുറിച്ച് നോക്കിയാൽ ലെബൂൺ ആയിട്ടുള്ള റീയൂണിയനും റിവേഴ്സ് മൗണ്ടനിൽ തിരുത്തി തന്റെ പ്രോമിസ് നിറവേറ്റുക എന്നുള്ളതാണ്. അതേപോലെ ഫ്രാങ്കി ഡ്രീം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും സെയിൽ ചെയ്യാൻ സാധിക്കുന്ന, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാൻഡ് ലൈനിന്റെ എൻഡ് വരെ ട്രാവൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും അതിനു പറ്റിയ ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നുള്ളതുമാണ്. ഓൾസോ നിക്കോ റോബിന്റെ ഡ്രീമിനെ കുറിച്ച് നോക്കിയാൽ വൺ പീസ് വേൾഡിന്റെ ട്രൂ ഹിസ്റ്ററി ഡിസ്കവർ ചെയ്യുക, എല്ലാ പോണക്ലിപ്സും വായിക്കുക, വോയിഡ് സെഞ്ചുറിയുടെ യഥാർത്ഥ സത്യങ്ങൾ റിവീൽ ആക്കണം എന്നുള്ളതൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചോപ്പറിന്റെ ഡ്രീം എന്ന് പറയുന്നത് വൺ പീസ് വേൾഡിൽ തന്നെ ബെസ്റ്റ് ഡോക്ടർ ആകണം, അതേപോലെ എല്ലാ ഡിസീസിനും ക്യൂർ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് ഇനി സാഞ്ചിന്റെ ഡ്രീമിനെ കുറിച്ച് നോക്കിയാൽ ഫൈൻഡ് ദ ഓൾഡ് ബ്ലൂ എന്നതാണ്. ഓൾഡ് ബ്ലൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ ലെജൻഡറി സീ വെയർ ഓൾ ഫിഷ് ഫ്രം എവരി ഓഷൻ ഗ്യാദർ. നമ്മൾ വൺ പീസ് എന്നുള്ളത് ഒരു ട്രഷർ ഐലൻഡ് എന്ന് പറയുന്നത് പോലെ തന്നെ വൺ പീസിലെ മറ്റൊരു ലെജൻഡ് എന്ന് ഈ ഓൾഡ് ബ്ലൂവിനെ പറയാം. അക്കോർഡിംഗ് ടു ദ OP people it's a myth, but സാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം it still exists. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പൊസീഡിൻ എന്നുള്ള ലിവിംഗ് വെപ്പനൊക്കെ ആയിട്ട് ധാരാളം കണക്ടിവിറ്റി ഉള്ള ഒരു പ്ലേസ് കൂടെയാണ് ഓൾഡ് ബ്ലൂ. അതിനെക്കുറിച്ചൊരു വലിയ തിയറി തന്നെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വൺ പീസ് ഇരിക്കുന്ന ലാഫ് ടൈലിനേക്കാളും മിസ്റ്റീരിയസ് ആയ കേസ് നമ്മുടെ സാഞ്ചിയുടെ ഡ്രീം ആണെന്ന് തന്നെ പറയാം. ഓൾഡ് ബ്ലൂവിന്റെ നടുക്കുള്ള ഒരു ഐലൻഡ് ആണ് ലാഫ് ടൈൽ. അവിടെയാണ് യഥാർത്ഥ വൺ പീസ് ഇരിക്കുന്നത് എന്നുള്ള തിയറി പോലും ഉണ്ട്. റോജർ ലാഫ് ടൈൽ കണ്ടെത്തിയതിന് ധാരാളം തെളിവുണ്ട്. ബട്ട് വൺ പീസ് വേൾഡിൽ ഓൾഡ് ബ്ലൂവിന്റെ ഡിസ്കവറിയെ കുറിച്ച് വലിയ രീതിയിലുള്ള എവിഡൻസ് ഇല്ല. ഇതൊരു കഥ പോലെയാണ് ആളുകൾ കാണുന്നത്. ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ധാരാളം കാരണമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും ഞാൻ എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ചതാണ്. സോ ഇനി നമ്മുടെ ഉസോപ്പിന്റെ ഡ്രീമിനെ കുറിച്ച് നോക്കിയാൽ ബിക്കം എ ബ്രേവ് വാറിയർ ഓഫ് സീ ഗൈസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൈൻഡിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആൻഡ് ഇനി നാമിയുടെ ഡ്രീം എന്താണെന്ന് നോക്കിയാൽ ഡ്രോ എ കംപ്ലീറ്റ് മാപ്പ് ഓഫ് ദ വൺ പീസ് വേൾഡ്. അതേപോലെ സോറോയുടെ ഡ്രീം ബിക്കം ദ വേൾഡ് സ്ട്രോങ്കസ്റ്റ് സ്വോർഡ്മാൻ ആകണം എന്നുള്ളതുമാണ്. ഇനി നമ്മുടെ MC മങ്കിയുടെ ലൂഫിയുടെ ഡ്രീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വൺ പീസ് കണ്ടെത്തണം, പൈററ്റ് കിങ് ആകണം, അതേപോലെ തന്നെ ഫ്രീയസ്റ്റ് മാൻ ഇൻ ദ സീയും ആകണം. ആക്ച്വലി ലൂഫിക്ക് ഒരു ഡ്രീമും കൂടെ ഉണ്ട്, ബട്ട് ദാറ്റ്സ് സ്റ്റിൽ എ മിസ്റ്ററി. ആൻഡ് ഈ സ്ട്രോ ഹാറ്റ്സിന്റെ എല്ലാവരുടെയും ഡ്രീം ഒന്ന് കൂട്ടി വായിച്ച് നോക്കി, ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആൻഡ് ആ ആൻസർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ റിവേഴ്സ് ഓർഡറിലാണ് ഈ ക്യാരക്ടേഴ്സിന്റെ നെയിമും ഡ്രീംസിനെ കുറിച്ചെല്ലാം പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊന്നും പറയുന്നില്ല, ബട്ട് ഞാൻ നിങ്ങൾക്കൊരു വലിയ ഹിന്റ് നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി ഇവരുടെ ഡ്രീംസ് ആയിട്ട് കണക്ട് ചെയ്താൽ 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു വൺ പീസിന്റെ എൻഡ് നിങ്ങൾക്ക് പിന്നീട് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഞാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. വൈകാതെ നിങ്ങൾ ഓരോരുത്തരും തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കും, എന്താണ് വൺ പീസിന്റെ യഥാർത്ഥ എൻഡ് എന്നത്. ആൻഡ് ഒരു ഹിന്റും കൂടെ ഞാൻ തരുന്നു. ആക്ച്വലി ഇവിടെ നമ്പേഴ്സ് വെച്ചിട്ടാണ് കളിച്ചത്. ഞാൻ ഈ പറഞ്ഞ ഹിന്റുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും 4 ക്യാരക്ടേഴ്സിന്റെ നെയിം ഞാൻ പറഞ്ഞു തരാം. ഇവരുടെ ഡ്രീംസിലെ കോമൺ ആയ കാര്യം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ ധാരാളം. ആൻഡ് ദാറ്റ് ക്യാരക്ടേഴ്സ് നെയിംസ് ആർ നാമി, റോബിൻ, ഫ്രാങ്കി ആൻഡ് ബ്രൂക്ക്.
ഞാൻ സ്ട്രോ ഹാറ്റ്സിന്റെ എല്ലാം ഡ്രീം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രധാനമായും 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വൺ പീസിന്റെ എന്റെ ഇവരുടെ ഡ്രീംസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഹിന്റ് നിങ്ങൾക്ക് നൽകാനും, 2, ഉസോപ്പിന്റെ ഡ്രീം ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ ഡ്രീം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുമാണ്. സോ ഞാൻ ഈ പറയാൻ പോകുന്ന തിയറി ജസ്റ്റ് ഒരു തിയറി ആയിട്ട് മാത്രം കാണുക. ഓടയുടെ സൈഡിൽ നിന്നും ഉസോപ്പിന്റെ ഡെത്തിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരു സ്റ്റേറ്റ്മെന്റും ഇല്ല. ബട്ട് റോജർ, വൈറ്റ് ബിയർഡ്, എയ്സ്, പെഡ്രോ അങ്ങനെയുള്ള ധാരാളം ഫേമസ് ആയ ക്യാരക്ടേഴ്സിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ ഓടയ്ക്ക് ഉസോപ്പിനെ ആ ക്യാരക്ടറിനെ ഇല്ലാതാക്കാൻ അധിക ടൈം ഒന്നും വേണ്ടി വരില്ല. ആൻഡ് എന്താണ് ഉസോപ്പിന്റെ ഡ്രീം? യെസ്, ബിക്കം ദ ബ്രേവസ്റ്റ് വാരിയർ ഓഫ് ദി സീ. ആൻഡ് എങ്ങനെയൊക്കെ ഉസോപ്പിന് തന്റെ ഡ്രീം സാക്ഷാത്കരിക്കാൻ സാധിക്കും? ആക്ച്വലി there are 2 ഓപ്ഷൻസ്. ഒന്ന്, ഫിസിക്കലി ആൻഡ് മെന്റലി സ്ട്രോങ് ആയി തന്റെ എല്ലാ തരത്തിലുള്ള ഫിയറിനെയും ഓവർകം ചെയ്ത് ദുർബലരെ സഹായിച്ച് ടഫസ്റ്റ് എനിമീസിനെതിരെ ഫൈറ്റ് ചെയ്ത് ഓർ ഡിഫെൻഡ് ചെയ്ത് തന്റെ വർത്തിനെസ് പ്രൂവ് ചെയ്ത് ഒരു ബ്രേവ് വാരിയർ ആയിട്ട് മാറാൻ സാധിക്കും. 2, താൻ നിൽക്കുന്ന എത്ര വലിയ മോശം സിറ്റുവേഷൻ ആണെങ്കിലും താൻ ഒരു ദുർബലനാണെന്ന് അറിയാമെങ്കിലും തന്റെ ശക്തി ഉപയോഗിച്ച് ശക്തരായ എനിമീസിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധമുണ്ടെങ്കിലും ഉള്ള ശക്തി വെച്ച് തന്റെ കൂടെയുള്ളവരെ ജീവൻ കൊടുത്തും സംരക്ഷിക്കും എന്നുള്ള മെന്റാലിറ്റി ഉള്ളവരും അത് നടപ്പിലാക്കുന്നവരും ബ്രേവ് വാരിയർ ആയിട്ട് മാറാൻ സാധിക്കും. സോ നിങ്ങളെ സംബന്ധിച്ച് ഉസോപ്പിന്റെ ക്യാരക്ടർ അനുസരിച്ച് ഈ 2 ഓപ്ഷൻസിൽ ഉസോപ്പിന്റെ ഡ്രീം കണക്ട് ചെയ്ത് നോക്കിയാൽ ഏതായിരിക്കും സൂട്ടബിൾ ആയിട്ട് മാറുക? ശരി, അതോടെ നിൽക്കട്ടെ. കറന്റ് ഉസോപ്പ് ഇപ്പോൾ എവിടെയാണുള്ളത്? യെസ്, എൽബാഫിൽ. ആൻഡ് എൽബാഫ് ഏത് തരത്തിലുള്ള കൾച്ചറും മിത്തോളജിയാണ് ഫോളോ ചെയ്യുന്നത്? വൈക്കിംഗ് കൾച്ചറും നോർസ് മിത്തോളജിയുമാണ്. നിങ്ങൾ വൈക്കിങ്സ് എന്നുള്ള സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും വാൽഹല്ല എന്നുള്ള കോൺസെപ്റ്റ്. അതായത് നമ്മൾ നല്ലത് ചെയ്ത് മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകും എന്നുള്ള കോൺസെപ്റ്റ് പോലെ തന്നെയാണ് വൈക്കിങ്സിന് വാൽഹല്ല എന്നുള്ളതും. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ലത് ചെയ്ത് മരിച്ചാൽ നിങ്ങൾക്ക് വാൽഹല്ലയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. മറിച്ചൊരു വാറിലോ ബാറ്റിലോ ഡ്യൂയലിലോ നിങ്ങൾ ഭയമില്ലാത്ത ശക്തനായ എനിമിക്കെതിരെ ഫൈറ്റ് ചെയ്ത് മരിച്ചാൽ വൈക്കിംഗ് കൾച്ചർ അനുസരിച്ച് നിങ്ങളൊരു ബ്രേവ് വാരിയർ ഓർ ഒരു ട്രൂ വാരിയർ ആയിട്ട് മാറും. സോ ഇതേപോലുള്ള ബ്രേവ് വാരിയേഴ്സിന് മാത്രമേ മരണത്തിന് ശേഷം വാൽഹല്ലയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സോ എൽബാഫിലും ഇതേ വൈക്കിംഗ് കൾച്ചറാണ്. ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഉസോപ്പിന്റെ ഡ്രീം ബിക്കം ദ ബ്രേവസ്റ്റ് വാരിയർ ഓഫ് ദ സീ. ആൻഡ് ആദ്യം ഞാൻ പറഞ്ഞ 2 ഓപ്ഷനിലെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ there is the answer. സോ ഈ തിയറി വെച്ച് ഉസോപ്പ് മരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉസോപ്പ് തന്റെ അച്ഛനായ റെഡ് ഹെയർ പൈററ്റ്സിലുള്ള യെസോപ്പിനെ മീറ്റ് ചെയ്തിട്ടില്ല. കായെ തന്റെ ഹോം വില്ലേജിൽ വീണ്ടും പോയി കാണാന്നുള്ള പ്രോമിസ് നിറവേറ്റിയിട്ടില്ല. സോ ഓട ഉസോപ്പിനെ പെട്ടെന്ന് തന്നെ തീർക്കും എന്നുള്ളതും ഡൗട്ടാണ്. ബട്ട് എയ്സിന്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഹേസൽ പൈററ്റ്സിന്റെ റിയൂണിനും പിന്നീട് നടന്നിട്ടില്ല. ആൻഡ് സാബോയ്ക്ക് പിന്നീട് എയ്സിനെ കാണാനേ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ യെസോപ്പിന്റെയും കായയുടെയും കാര്യം നിങ്ങൾ മൈൻഡ് വെക്കേണ്ട ആവശ്യമേ ഇല്ല. എൽബാ പാർക്കിന്റെ എൻഡിൽ തന്നെ ചിലപ്പോൾ ഓട ഉസോപ്പിനെ തീർത്തെന്ന് വരാം. കാരണം ഓട എപ്പോഴും ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഡ്രീംസിനെയാണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. സോ ഉസോപ്പിന് ബ്രേവ് വാരിയർ ഓഫ് ദി സീ ആകണം എന്നുണ്ടെങ്കിൽ എൽബാഫ് ഇസ് ദ കറക്റ്റ് പ്ലേസ്. ആൻഡ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഉസോപ്പിന്റെ ഡെത്തിന് ശേഷം സ്ട്രോ ഹാറ്റ്സ് അത് എങ്ങനെ ഉൾക്കൊള്ളും? ഉസോപ്പ് ഇല്ലാത്തൊരു സ്ട്രോ ഹാറ്റ് ക്രൂവിനെ നിങ്ങൾക്ക് മൈൻഡിൽ കൊണ്ടുവരാനെങ്കിലും സാധിക്കുന്നുണ്ടോ? ഉസോപ്പ് ഇല്ലാതെ ആ സ്ട്രോ ഹാറ്റ്സ് പഴയ സ്ട്രോ ഹാറ്റ്സ് തന്നെ ആയിരിക്കുമോ? പഴയതുപോലെ ഇവർക്കിടയിൽ ചിരിയും കളിയുള്ള ടൈംസേ കാണത്തില്ല. ഫുൾ സീരിയസ് മോഡായിരിക്കും. ആൻഡ് ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓടെ പറഞ്ഞിരുന്നു എഹെഡ് ആർക്കിന് ശേഷം. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എൽബാഫ് ആർക്കിന്റെ മിഡ് പോർഷൻ തൊട്ട് ഫുൾ സീരിയസ് മോഡായിട്ടുള്ള ഒരു വൺ പീസ് ആയിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എന്ന്. അതേപോലെ മറൈൻ ഫോർഡ് ജസ്റ്റ് ഒരു ടീസറാണ് വൺ പീസ് ഫൈനൽ വാറിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഓടെ പറയുന്നുണ്ട്. സോ എയ്സിനെ കൊന്നത് പോലും ഓടെ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അപ്പോൾ ഉസോപ്പിന്റെയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയണോ? ആൻഡ് ഉസോപ്പിന്റെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഉസോപ്പിന്റെ സ്പോട്ട് ബോയാച്ചൻ വന്ന് ഫിൽ ചെയ്യുന്നുള്ള ഫാൻ സ്പെക്കുലേഷൻസ് ഒക്കെ ധാരാളം ഉണ്ട്. എനിവേ, ഉസോപ്പിന്റെ ഡ്രീമിനെ കുറിച്ച് ഹിസ് ഡെത്തിനെ കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് എന്താണ്? ഈസ് ഹി ഡൈ ഓർ നോട്ട്? കമന്റ്സിൽ പറയുക. ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നതാണ്. കാരണം അത്രമാത്രം വലിയൊരു ടോപ്പിക്കാണിത്. ബട്ട് ഈ വീക്കിൽ എനിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എന്ന് അറിയത്തില്ല. സോ ഷോർട്ടായിട്ട് അത് ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ കരുതി. ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, വളരെ ഷോർട്ടായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് ആക്ച്വലി ഇത് ധാരാളം സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് വീഡിയോ കൂടെയാണ്. ആൻഡ് അവർ ചോദിച്ച ചോദ്യം ജിനിയായിട്ട് എനിക്ക് തോന്നി. സോ നിങ്ങൾക്കെല്ലാം സൺ ഗോഡ് നീക്കയെ കുറിച്ച് അറിയാമായിരിക്കും. നീക്കയുടെ ഡെൽ ഫുഡാണ് ജോയ് ബോയും ലൂഫിയും യൂസ് ചെയ്തത്. വെൽ, ലൂഫി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സൺ ഗോഡ് നീക്കയെ പോലെ തന്നെ വേറെ 3 ഗോഡ്സ് ഉണ്ട്: റെയിൻ ഗോഡ്, ഫോറസ്റ്റ് ഗോഡ്, എർത്ത് ഗോഡ്. സ്കൈപ്പി ആർക്കിലാണ് ഇത് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തത്. ബട്ട് ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ട ഫാക്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവർ വൺ പീസിലെ ശരിക്കുള്ള ലിവിംഗ് ഗോഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവർ ഫിസിക്കലി എക്സിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. നീക്കയുടെ ഡെൽ ഫുഡ് ലൂഫി യൂസ് ചെയ്തതുപോലെ ബാക്കിയുള്ള ഡെൽ ഫുഡ്സ് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും അറിയില്ല. ബട്ട് അതിനെക്കുറിച്ച് ഒരു തിയറി ഉണ്ട്. ആൻഡ് ആ തിയറിയിൽ മങ്കിടി ഡ്രാഗനും ഷാങ്സും ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ തിയറി വീഡിയോ ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹം കൂടിയുണ്ട്. സോ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തിയറി വീഡിയോ 1 നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു 20-30 കമന്റ്സ് കാണുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിവേ, ബാക്ക് ടു ദ ടോപ്പിക്. സോ ഈ 4 ഗോഡ്സിനെയും ഒരു ബിലീഫായും മിത്തായും റിലീജിയസ് കോൺസെപ്റ്റ് ആയിട്ടാണ് സ്കൈപ്പിയ ജനങ്ങൾ കാണുന്നത്. ആൻഡ് അതിൽ നീക്കയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ബാക്കിയുള്ള 3 ഗോഡ്സ് ആണ് സ്റ്റിൽ മിസ്റ്ററി ആയിട്ടുള്ളത്. ബട്ട് നീക്കയുടെ കാര്യം കൺഫേം ആയ പോലെ തന്നെ ബാക്കിയുള്ള 3 ഗോഡ്സും കൺഫേം ആണെന്നുള്ള പോയിന്റിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. കാരണം മോഡയ്ക്ക് ഫോർ ഷാഡോയിങ് വളരെ ഇഷ്ടമാണ്. ആൻഡ് there are also 3 പോസിബിലിറ്റീസ്. എന്തൊക്കെ തന്നെയായാലും ഈ 3 പോസിബിലിറ്റീസിൽ ഏതെങ്കിലും ഒന്നാവാനാണ് ചാൻസ്. 1, they never exist. ചിലപ്പോൾ ഇതും വേറൊരു മിത്തായിരിക്കാം. 2, they exist in the past just like നമ്മുടെ ജോയ്ബനെ പോലെ. പിന്നീട് ഗോൾഡി ഫിഗേഴ്സ് ആയി മാറിയതും ആവാം. 3, they exist as devil fruits. അതായത് 3 ഗോഡ്സ് എന്ന് പറയുന്നത് 3 വലിയ ഗോൾഡി പവേഴ്സുള്ള devil fruits ആയിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയോ ആവാം. അവർ ഹിസ്റ്ററിയിലുള്ള പഴയ ഗോഡ്സ് ആയിരിക്കണം. ഇവരുടെ കൾട്ട് വേൾഡ് ഗവൺമെന്റ് സിസ്റ്റത്തിന് എതിരാകുമെന്ന് കരുതി ഇമോ ആൻഡ് വേൾഡ് ഗവൺമെന്റ് ഇവരുടെ നെയിംസ് ജോയ്ബോനെ പോലെ തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് എറേസ് ചെയ്താവാനും ചാൻസ് ഉണ്ട്. ബട്ട് ഒരു കാര്യം ഗ്യാരണ്ടി, ഇവരുടെ devil fruits മൂപ്പി വേൾഡിൽ എക്സിസ്റ്റ് ആവാൻ 100% ചാൻസ് ഉണ്ട്. സോ ഇനി ഈ ടോപ്പിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല.
കാണില്ല. നിങ്ങൾ ആ തിയറി വീഡിയോ ചോദിച്ചാൽ ബാക്കിയുള്ള കാര്യം ഞാൻ ആ തിയറി വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാൻ ശ്രമിക്കാം. സോ അതിന് ടോപ്പിക് ആവശ്യമാണ്. ഫുള്ളായിട്ട് ഇതിൽ പറഞ്ഞാൽ അതിലൊന്നും പറയാൻ കാണില്ല. അതുകൊണ്ടാണ്. എനിവേ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. ആൻഡ് അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹൈ ബട്ടൺ പ്രസ് ചെയ്ത് ഈ വീഡിയോയുടെ റീച്ച് വേറെ ലെവലിൽ എത്തിക്കുക. നിങ്ങളുടെ ആനിമൽ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിലും എനിക്കും ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. സോ ലവ് യു ഓൾ. ബൈ.